الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗത്തെ അവഗണിച്ചാൽ അത് വർദ്ധിക്കുകയും പിന്നീട് മാരകമായ മാറാരോഗങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യും. മക്കളെയും കുടുംബത്തെയും അവഗണിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ നമ്മെ വിട്ടുപോയി എന്ന് വന്നേക്കാം. ഇതെല്ലാം തെളിയിക്കുന്നത് പരിഗണിക്കേണ്ടവയെ തള്ളിക്കളഞ്ഞാൽ വലിയ പരിക്കുകൾ ഉണ്ടാകും എന്നതാണ്. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും അധികം നാം പരിഗണിക്കേണ്ടത് ആരെയാണ്? യാതൊരുവിധ സംശയവുമില്ല, നമ്മെ നാമാക്കിയ, നാം ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ വചനങ്ങളെ, അവന്റെ ഉപദേശങ്ങളെ, അവന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ടതിന് ശേഷം സത്യത്തെ അവഗണിച്ച് സ്വന്തം ഇച്ഛകളുടെ പിറകെ പോയാൽ അത് ഇഹത്തിലും പരത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സുബഹിന് നാം ഓതിക്കേൾക്കുന്ന സൂറത്തു സജ്ദയുടെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വമൻ അദ്ലം മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഏറ്റവും വലിയ അക്രമിയായിട്ട് ആരുണ്ട് എന്നാണ്. ഏറ്റവും വലിയ അക്രമം സൃഷ്ടിച്ച റബ്ബിന്റെ ആയാത്തുകളെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ലഭിച്ചിട്ട് സുമ്മ അഅറദ അൻഹാ, അതിനെ അവഗണിച്ചവനാണ് ഏറ്റവും വലിയ അക്രമി. അത്തരം പാപികൾക്ക് കടുത്ത ശിക്ഷ
ഞാൻ അനുഭവിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ ഹുമൂമും ഗുമൂമും അതിനുള്ള കാരണം അൽ ഇഅറാദു അനില്ലാഹി അസ്സ വജൽ. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറഞ്ഞ വാക്കാണത്. എല്ലാ സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവഗണിക്കുക എന്നുള്ളതാണ്, ദുനിയാവിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വമിൻ അഅ്ളമി അസ്ബാബി ളൈഖി സ്വദർ അൽ ഇഅറാദു അനില്ലാഹി തആല. ഹൃദയം കുടുസമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവഗണിക്കലാണ്. ഹൃദയം മറ്റു പലതുമായിട്ട് ബന്ധിപ്പിക്കലാണ്. വൽ ഗഫ്ലതു അൻ ദിക്രി, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുന്നതിൽ നിന്ന് മനസ്സ് അശ്രദ്ധമാകലാണ്. വമഹബ്ബത്തുൻ സിവാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാത്തവയോടുള്ള അമിതമായ പ്രണയം, സ്നേഹമാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ ശിക്ഷ നമ്മെ ബാധിക്കാനുള്ള കാരണമാകുമെന്നും നമ്മുടെ ഹൃദയം കുടുസ്സമായി, മനസ്സ് അസ്വസ്ഥമായി, അങ്ങേറ്റത്തെ ദുഃഖവും വിഷമവും സദാസമയം നമ്മളെ ബാധിക്കാനും നമ്മെ തേടി വരാനുമുള്ള കാരണമായിട്ട് ഉലമാക്കൾ പറയുന്ന കാര്യം അല്ലാഹുവിനെ അവഗണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പാടില്ലാത്തൊരു കാര്യമാണ് സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വതആലയോടുള്ള അവന്റെ കടപ്പാടുകൾ, അവനോടുള്ള നമ്മുടെ ബാധ്യതകൾ, അവന്റെ വചനങ്ങൾ, അതിനോടുള്ള അവഗണന ജീവിതത്തിന്റെ നിസാരമായ ഒരു ഭാഗത്ത് പോലും നമ്മെ ഒരിക്കലും ബാധിച്ചുകൂടാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ ആ ഒരു പ്രവണതയുടെ ദുരന്തത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വമൻ അദ്ലം മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅഅറദ അൻഹാ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആയാത്തുകളെ ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ട് അതിനെ അവഗണിക്കുകയും വനസിയ മാ ഖദ്ദമത് യദാ, അവൻ മുൻകൂട്ടി ചെയ്ത പാപങ്ങളെ അവൻ വിസ്മരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അയ്യഫ്ഖഹു വഫീ ആദാനിഹിം വഖറ, അവരുടെ ഹൃദയത്തിലും അവരുടെ കാതുകളിലും ഒരു പ്രത്യേകതരം അടപ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല തീർക്കും. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ, ഹിദായത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെടും. അവരെ നീ ഹിദായത്തിലേക്ക് ക്ഷണിച്ചിട്ട് കാര്യമില്ല, അവർ അത് പുൽകുകയില്ല എന്നാണ് പറഞ്ഞത്. ചരിത്രത്തിൽ വലിയൊരു ഉദാഹരണമാണ് വലീദ് ഇബ്നുൽ മുഗീറ. ശത്രുക്കളുടെ നേതാവായിരുന്നു അദ്ദേഹം. വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ വിശുദ്ധ ഖുർആനിന് വല്ലാത്ത ഹലാവത്തുണ്ട്, മാധുര്യമുണ്ട്. ഇതിന് വല്ലാത്ത ത്വലാവത്തുണ്ട്, ആകർഷണീയതയുണ്ട്. ഇതിന്റെ ഉച്ചി മുസ്മിറ, ഏറ്റവും നല്ല ഫലഭൂയിഷ്ഠമാണ്. ഇതിന്റെ താഴ്ഭാഗം, ഇതിന്റെ മൊരട്ട് ഏറ്റവും നല്ല സമ്പുഷ്ടമാണ്. ഏറ്റവും നല്ല പഴങ്ങൾ സമ്മാനിക്കുന്നതാണ് ഇതിന്റെ ഉച്ചി. ഇതിന്റെ താഴ്ഭാഗം, ഇതിന്റെ മണ്ണാകട്ടെ ഏറ്റവും നല്ല ഫലഭൂയിഷ്ഠമാണ്. ഇത് ഉയർന്നുകൊണ്ടേയിരിക്കും, ഇതിനു മീതെ ഒന്നും തന്നെ ഉയരുകയില്ല എന്ന് പറഞ്ഞ വലീദ് ഇബ്നു മുഗീറ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹ 19. ഖുർആനിന്റെ സൂറത്തുൽ മുദ്ദസ്സിറിന്റെ ആരംഭത്തിൽ അദ്ദേഹത്തെ നരകത്തിലിട്ട് എരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞത് ഈ വലീദ് ഇബ്നുൽ മുഗീറയെ കുറിച്ചാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മുനാഫിക്കുകളുടെ കപടന്മാരുടെ നേതാവായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇടങ്ങളിൽ കയറി ചെന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം ഖുർആനിന് നേരെ കാതടച്ചു പിടിച്ചു. അയാൾ പറഞ്ഞു, മുഹമ്മദ്, ആരെങ്കിലും ഖുർആൻ ഓതിത്തരണമെന്ന് ആവശ്യപ്പെട്ട് നിന്റെ അടുക്കൽ വരുന്നെങ്കിൽ നീ അവർക്ക് ഓതിക്കൊടുത്താൽ മതി, അല്ലാതെ ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് നീ ഇങ്ങോട്ട് കയറി വന്ന് ഖുർആൻ ഓതിത്തരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഖുർആനിന് നേരെ അങ്ങേയറ്റത്തെ വലിയ അവഗണന കാഴ്ചവെച്ച അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ശാബാർഹരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിന്റെ കവാടം കൊട്ടിയടക്കാനുള്ള കാരണം, ദീന് പാലിക്കാനുള്ള ബർക്കത്തും തൗഫീക്കും നഷ്ടപ്പെട്ടു പോകും. അറിവുകൾ നമ്മുടെ കർണപുടത്തിൽ വന്ന് പതിക്കുന്നുണ്ടാകാം, നമ്മുടെ മനസ്സ് അത് മനസ്സിലാകുന്നുണ്ടാകാം, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കുള്ള ഒരു അടപ്പ്
നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ കാതിനും വന്നു വീഴും. എന്ത് സംഭവിച്ചാൽ അള്ളാഹുവിന്റെ ആയാത്തുകൾ ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ട് അതിനോടുള്ള അവഗണന നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിച്ചാൽ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ എത്രത്തോളമാണ് ഇതിന്റെ ഗൗരവം. ഈ സ്വഭാവമുള്ള ആളുകളെ കൂടെ കൊണ്ടടക്കരുതെന്നാണ് പറഞ്ഞു. ഖുർആനും ഹദീസും അവഗണിക്കുന്ന, തള്ളിക്കളയുന്ന, പരിഹസിക്കുന്ന, അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ടെന്ന് പറയുന്ന, അതിനെ കളിയാക്കുന്ന, അതിനെയെല്ലാം തമസ്കരിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിന ഫഅഅരിദ് അൻഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി. അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഹസിക്കുന്ന, കൊച്ചാക്കുന്ന, അതിനേക്കാൾ നല്ലത് വേറെ പല കാര്യങ്ങളാണെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നീ അവരെ അവഗണിക്കണം, നീ അവരുടെ കൂടെ ഇരിക്കരുത്. അവർ ആ സംസാരത്തിൽ നിന്ന് ഒഴിയുന്നത് വരേക്കും നീ അവരുടെ കൂടെ ഇരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറ. വലാ യുൻസിയന്നക ശൈത്താൻ ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിദ് ളാലിമീൻ. ഈ അക്രമകാരികളുടെ കൂടെ നീ ഒരിക്കലും ഇരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് ഇതൊരു ദുഷിച്ച സ്വഭാവമാണ്. വിശ്വാസിയുടെ ഗുണമെന്ന് പറയുന്നത് ആയാത്തുകൾ കേൾക്കുമ്പോൾ തഖ്ശഈറു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, അവർക്ക് രോമാഞ്ചമുണ്ടാകും. അവരുടെ ഹൃദയങ്ങൾ പടച്ച റബ്ബിലേക്ക് ചായ്ഞ്ഞു പോകും. ശിക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ പേടിക്കും. ആ പേടി അവരെ കൂടുതൽ കർമ്മത്തിലേക്കും നന്മയിലേക്കും ഖൈറിലേക്കും മഅറൂഫിലേക്കും സ്വർഗത്തിന്റെ പാതയിലേക്കും നയിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. തറാ അയുനഹും തഫീദു മിനദ്ദമ, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നിനക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, അല്ലാഹുവിന്റെ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയിൽ സാദത്ഹും ഈമാന, അവന്റെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവൻ ഏത് ഇടത്തായിരുന്നാലും എവിടെയായിരുന്നാലും ആ കേട്ടതിന്റെ വെളിച്ചം, ആ പഠിച്ചതിന്റെ വെളിച്ചം, ആ മനസ്സിലാക്കിയ ഇൽമിന്റെ നൂറ് അവന്റെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കും. കേൾക്കുന്ന ഇൽമ്, കേൾക്കുന്ന അറിവ്, അത് പ്രാവർത്തികമാക്കാതെ അതൊന്നും നമുക്ക് പറ്റാത്തതാണ്, അതൊക്കെ നമ്മുടെ സാഹചര്യത്തിനൊക്കാത്തതാണ്, നമ്മുടെ ജോലിയും നമ്മുടെ ആഗ്രഹവും നമ്മൾ ശീലിച്ച ശീലത്തിനുമൊന്നും യോജിച്ചു പോകാത്തതാണ് എന്ന ഭാവേന നമ്മൾ ഇതിനെ അവഗണിച്ചു കളഞ്ഞാൽ സുഹൃത്തുക്കളെ, ഹൃദയത്തിലെ നൂറ് കെട്ടുപോകും, ഈമാൻ നശിച്ചു പോകും, കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഔത്സുഖ്യം തകർന്നു പോകും, ദുനിയാവിലേക്ക് നാം കുമിഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എത്ര ഗൗരവപ്പെട്ട ഉപദേശങ്ങൾ കേട്ടാലും അത് ഫലം ചെയ്യാത്തൊരവസ്ഥയിലേക്ക്. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നബിയെ, നീ അവരെ ഉപദേശിച്ചാലും താക്കീത് ചെയ്താലും ശരി, താക്കീത് ചെയ്തില്ലെങ്കിലും ശരി, അവർ വിശ്വസിക്കുകയില്ല. കാരണം ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ അധിക പേരുടെയും മേൽ എന്റെ വാക്ക് നിർബന്ധമായിട്ടുണ്ട്. എന്താണ് ആ വാക്ക്? ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട മോഷ്ട് കാണിക്കുന്ന, കുരുത്തക്കേട് കാണിക്കുന്ന ചില ആളുകളെ കൊണ്ട് നരകത്തെ ഞാൻ നിറക്കുമെന്നതാണ് ആ സ്ഥിരപ്പെട്ടു പോയ വാക്ക്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ പേരിൽ അങ്ങനെ ഒരു ലഖദ് ഹഖൽ ഖൗൽ എന്ന് പറയാതിരിക്കണമെങ്കിൽ നാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശത്തിനെ ഗൗനിക്കണം എന്നുള്ളതാണ് സുഹൃത്തുക്കളെ പറയാനുള്ളത്. പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ നിഅമത്താണ് ഈ ദീന്. ഈ നിഅമത്ത് നമ്മുടെ ദുനിയാവിലും നമ്മുടെ ആഖിറത്തിലും നമുക്ക് ഗുണം ചെയ്യും. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും ഗുണം ചെയ്യും. നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഇത് ഗുണം ചെയ്യും. എല്ലാ ഖൈറും ബറക്കത്തും കുടികൊള്ളുന്നതാണ് ഈ ഒരു പടച്ച റബ്ബിന്റെ ദിക്റാകുന്ന ഈ പ്രമാണം എന്ന് പറയുന്നത്, ഈ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത്. അതിനെ അവഗണിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിന്റെ ഫലം കണ്ടെത്തുക തന്നെ ചെയ്യും. അധിക കാലമൊന്നും ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. വളരെ വൈറലായി, വളരെ മോശമായി, ആളുകൾക്ക് മുന്നേ യുവാക്കളുടെ ഇടയിൽ വളരെ മോശമായ അവസ്ഥയിലൂടെ, മോശമായ രീതിയിൽ മാതൃക കാണിച്ചിരുന്ന ഒരു യൂട്യൂബർ, അയാളിപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് രാസലഹരി പിടിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ, പിടിച്ചെടുത്തു എന്നതിന്റെ പേരിൽ അയാൾ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു അറുതിയുണ്ടാകും. എല്ലാ അതിക്രമത്തിനും, എല്ലാ ഇമ്മോറൽ ട്രാഫിക്കിനും ഒരു പരിധി ഉണ്ടാകുമെന്നത് സഹോദരന്മാരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആളുകൾ കാണുകയും കാണാതെയും നാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിനോട് കാണിക്കുന്ന അവഗണന ഒരു നാളിൽ പിടിക്കപ്പെടുമെന്നത് നാം തിരിച്ചറിയണം. ഖുർആൻ പറയണം, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമ്മ. എന്റെ ഉത്ബോധനത്തെ അവഗണിക്കുന്നവർക്ക് കുടുസ്സമായ ജീവിതമുണ്ട്. ഈ ദുനിയാവിലും ഖബറിലും പരലോകത്തും അവരുടെ ജീവിതം കുടുസ്സമായിരിക്കും. കണ്ണു കാണാത്തവനായി പരലോകത്ത് വരും. എന്തേ കാരണം? അല്ലാഹുവിന്റെ വചനങ്ങളെ വിസ്മരിച്ചവന് പരലോകം കാണണ്ടെന്നാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. അവന് അന്ധനായിട്ട് പരലോകത്ത് കൊണ്ടുവരും. എന്തേ? ദുനിയാവിൽ ജീവിച്ചപ്പോൾ
അവൻ പ്രമാണങ്ങൾക്ക് നേരെ അന്ധത നടിച്ചു എന്നുള്ളതാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഇത്തരമൊരു ഗതികേട് നമുക്കുണ്ടാകരുത്. സബഇന് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തു. സബഇന്റെ മഅരിബ് അണക്കെട്ട്, സദ്ദു മഅരിബ് അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് അവർ ധാരാളം കൃഷി ചെയ്തു. അതിന്റെ ചുറ്റുപാട് വിവിധ ഇനങ്ങളായിട്ടുള്ള പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും നിറഞ്ഞു കവിഞ്ഞു. ഒരാൾ തലയിൽ ഒരു കൊട്ട വെച്ച് സബയിന്റെ ആ തോട്ടങ്ങളിലൂടെ നടന്നു നീങ്ങിയാൽ തന്നെ ആ തോട്ടം അയാൾ കടന്നു പോകുമ്പോൾ അയാളുടെ കൊട്ടയിൽ പഴങ്ങൾ നിറഞ്ഞു കാണുമെന്നാണ്. അത്രയും അവർക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യം വർഷിപ്പിച്ചു കൊടുത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മഅരിബ് അണക്കെട്ട് അവർക്ക് നേരെ തുറന്നുവിട്ട് അവരുടെ കൃഷിയും അവരുടെ താമസ സ്ഥലവും എല്ലാം ഒലിച്ചുപോയി. അവരുടെ നല്ല നല്ല മരങ്ങളും ചെടികളും പഴങ്ങൾക്കും പകരം അള്ളാഹു അവർക്ക് ഒരു ഉപകാരവുമില്ലാത്ത അല്പം കാറ്റാടി മരങ്ങളും വാഗമരങ്ങളും ഒക്കെ കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു. എന്തേ കാരണം? ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതി ഉകുലിൻ ഖംതിൻ. ഖുർആൻ പറയാണ്, വളരെ മോശപ്പെട്ട തരത്തിലുള്ള ഒരു പര്യാവസാനം അവർക്കുണ്ടാക്കി. എന്തേ കാരണം? അവർ ഇഅറാദ് കാണിച്ചു, അള്ളാഹുവിന് ശുക്ർ കാണിച്ചില്ല, അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർ പാലിച്ചില്ല. അവർക്ക് ഭൗതികതയുടെ ഡോറുകൾ തുറക്കപ്പെട്ടപ്പോൾ അവർ അള്ളാഹുവിനെ മറന്നുപോയി. നമ്മൾ ആരാകട്ടെ സുഹൃത്തുക്കളെ, നമ്മൾ എത്ര വലിയ സൗകര്യത്തിലാകട്ടെ സഹോദരന്മാരെ, അള്ളാഹുവിനേക്കാൾ ഉയരാൻ നമ്മൾ ആരും തന്നെയല്ല. വല തംശി ഫിൽ അർദി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർദ് വലൻ തബ്ലുഗൽ ജിബാല തൂല. നീ ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടക്കല്ലേ. ഒരു മലയോളം ഉയരാൻ നിനക്കാവില്ല, ഒരു മലയോളം ഉയരാൻ നിനക്കാവില്ല, ഭൂമിയെ പിളർത്താനും നിനക്കാവില്ല. എത്രയെത്ര വലിയ വലിയ മലകൾക്കിടയിലൂടെയാണ് പ്രകൃതിയുടെ സൗന്ദര്യം നാം ആസ്വദിക്കുന്നത്. മനുഷ്യ, നീ എത്ര നിസാരനാണ്. നമ്മുടെ കയ്യിലുള്ള പണവും നമ്മുടെ വീടും നമുക്ക് സമൂഹം നൽകിയ അംഗീകാരവും യഥാർത്ഥത്തിൽ അഹങ്കാരം നടിക്കാനുള്ളതല്ലെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉപദേശങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ, ഖുർആന്റെ ഓരോ ആയത്തിറങ്ങുമ്പോഴും അവർ അതിനെ കളവാക്കി പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതാ ഖുർആൻ അവർ ഗഫ്ലത്തിലായിരുന്നു, അവർ ഇതിനെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തിരുന്നത്. ഏത് പുതിയൊരു ആയത്തിറങ്ങിയാലും അവർ പരിഹസിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ ഇനിയും ഈ ഇഅറാദ്, ഈ അവഗണന തുടർന്നാൽ ആദിനും സമൂദിനും വന്നതുപോലത്തെ വലിയ ഭീകരമായ ശിക്ഷ നിങ്ങളെ ബാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് പ്രമാണങ്ങൾ അവഗണിക്കുന്ന, അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ, ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ അവഗണിക്കുന്നൊരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകരുത്. മൻ അഅറദ അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ. ആരാണോ അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ അവഗണിക്കുന്നത് അവൻ ആ ഭാരവും ചുമന്നിട്ടായിരിക്കും പരലോകത്ത് വരിക എന്നാണ്. ഈ പാപഭാരം നാം തന്നെ വഹിക്കേണ്ടി വരും. 4 വിഭാഗം ആൾക്കാരാണ് ഈ അറാദിന്റെ ആൾക്കാർ. ഒന്നാമത്തെ ടീം എന്താ അറിയോ? സത്യം മനസ്സിലാക്കാതെ തിരിഞ്ഞു കളയുന്ന ആളുകൾ. ജഹിലു അൽ ഹഖ്. അവർക്ക് ഹക്ക് എന്താണെന്ന് അറിയില്ല, അതവർ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണമില്ല. എന്നിട്ട് അവര് ദീനിൽ നിന്ന് മാറി ജീവിക്കുന്ന ആൾക്കാർ. ബൽ അക്സറുഹും ലാ യഅലമൂനൽ ഹഖ്ഖ ഫഹും മുഅ്രിദൂൻ. ദീനിനെ കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാത്ത, ഈ അറാദ് കാണിച്ച് ഇതിനെ അവഗണിച്ച് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ടീം എന്താ പറയുക? അറിഞ്ഞിട്ടും തിരിഞ്ഞു നടക്കുന്ന ആൾക്കാർ. അറിഞ്ഞിട്ടും തിരിഞ്ഞു നടക്കുക. അവർക്കറിയാം എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ, എന്താണ് ഹുദ, എന്താണ് ദലാൽ എന്നവർക്കറിയാം. പക്ഷേ ലാ യസ്തതിഊന ഇത്തിബാഅൽ ഹഖി, അവർക്ക് ഹക്ക് പിൻപറ്റാൻ സാധിക്കുന്നില്ല. പല സാഹചര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. ഇന്നത് തെറ്റാണെന്നറിയാം, ഇന്നത് ശരിയാണെന്നറിയാം, പക്ഷേ ആ ശരി ചെയ്യാനും ആ തെറ്റ് മാറ്റിവെക്കാനും അവർക്ക് സാധിക്കുന്നില്ല. ഖുർആൻ പറഞ്ഞില്ല, വഖാലു ഖുലൂബുനാ ഫീ അകിന്നത്തിൻ മിമ്മാ തദ്ഊന ഇലൈഹി വഫീ ആദാനിനാ വഖറുൻ വമിൻ ബൈനിനാ വബൈനിക ഹിജാബ്. ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു ഹിജാബ് വന്ന് വീണിരിക്കുകയാണ്, ഞങ്ങളുടെ കാതുകളിൽ ഒരു പ്രത്യേക അടപ്പ് വീണിരിക്കുകയാണ്, ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടും ചില ആളുകൾ അതിനെ അവഗണിക്കുകയാണ്. മൂന്നാമത്തെ അവഗണനയുടെ രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് സത്യവും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അവർ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ സ്വന്തം കാര്യത്തിനാണ്. അവരൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അവർ ചിന്തിക്കും, ഇതെന്റെ സുഖത്തിനും എന്റെ സന്തോഷത്തിനും ഞാൻ ജീവിച്ചു പോരുന്ന രീതിക്കും എന്റെ ആഗ്രഹങ്ങൾക്കും തടസ്സമാകുമോ, അല്ല ഇതെനിക്ക് വലിയ ബുദ്ധിമുട്ടാകുമോ, ഇതെനിക്ക് റിസ്ക് ആകുമോ? റിസ്ക് ആണെങ്കിൽ ഇത് വേണ്ട, കുറച്ച് റിസ്ക് ഇല്ലാത്ത കാര്യം എടുക്കാം.
അങ്ങനെ ചില ആളുകൾ ദീനിന്റെ ചില വശങ്ങളെ അവഗണിക്കുന്ന ആൾക്കാരുണ്ട്. അറിഞ്ഞതിൽ നിന്ന്, മനസ്സിലാക്കിയതിൽ നിന്ന് പറ്റുന്നത് സ്വീകരിച്ച് പറ്റാത്തത് അവർ ഉപേക്ഷിക്കും. തുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. ജൂതന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണത്. അവർ കിതാബിൽ നിന്ന് ചിലത് വിശ്വസിക്കും, ചിലതവർ അവിശ്വസിക്കും. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. നാലാമത്തെ ടീമാരറിയങ്ങൾ പ്രയാസമുള്ള സമയത്ത് ഭയങ്കര പടച്ചോനെ പേടിയും, ഭയങ്കര ഈമാനും, ഭയങ്കര തഖ്വയും, ഭയങ്കര തൗബയും, ഭയങ്കര പ്രാർത്ഥനയും നിസ്കാരം ഇതൊക്കെ ആയിരിക്കും. അതങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാലോ അവർക്ക് പടച്ചോനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഖുർആൻ പറഞ്ഞല്ലേ, എന്നോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ലാത്തവനെ പോലെ അവൻ ഭൂമിയിലൂടെ നടക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ വചനങ്ങളെ ഒരിക്കലും നാം അവഗണിച്ചുകൂടാ. അത് ഖുർആൻ വമൻ അദ്ലം മിമ്മൻ ദുഃഖിറ ബിആയാതി റബ്ബി. തന്റെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ ആയാത്തുകളെ അവഗണിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമിയായിട്ട് ആരുണ്ട് എന്ന് പറഞ്ഞ് 2 ആയാത്തുകളാണല്ലോ. ഒന്ന് ആയാത്തുൻ ശർഈയ, മറ്റൊന്ന് ആയാത്തുൻ കൗനിയ. ഈ പ്രകൃതി നമ്മളോട് ചിലതൊക്കെ പറയുന്നുണ്ട്, അത് നമ്മൾ ഒരിക്കലും അവഗണിച്ചുകൂടാ. കാറ്റും കോളും കാർമേഘവും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പച്ചപ്പുമെല്ലാം നമ്മോട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. വജഅൽന സ്സമാഅ സഖ്ഫൻ മഹ്ഫൂദ വഹും അൻ ആയാതിഹാ മുഅരിദൂൻ. ആകാശം സുരക്ഷിതമായ മേൽക്കൂരയാണ്, പക്ഷെ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഇത് നോക്കിയിട്ട് വിശ്വാസി പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില. ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ലോ വിശ്വാസി പറയുമ്പോൾ അവിശ്വാസികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ് യമുറൂന അലൈഹാ വഹും അൻഹാ മുഅരിദൂൻ. എത്ര അനുഗ്രഹങ്ങളാണ് ആകാശത്തും ഭൂമിയിലും, എത്ര ദൃഷ്ടാന്തങ്ങളാണുള്ളത്. യമുറൂന അലൈഹാ, അതിലൂടെ അവർ നടന്നു നീങ്ങുന്നുണ്ട്, പക്ഷേ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ പടച്ചോനെ മനസ്സിലാക്കുന്നില്ല. ആയാത്തുൻ കൗനിയ, ഈ പ്രകൃതി അള്ളാഹുവിനെ തേടുന്നു. ഈ പ്രകൃതി പടച്ചറബിന്റെ കരുത്തിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു, പക്ഷേ അതിനെ അവഗണിക്കുകയാണ് ആളുകൾ. തല കുത്തിപ്പിടിച്ച് മിനിസ്ക്രീനിലെ ദൃശ്യങ്ങളിലേക്ക് മാത്രം നോക്കി സറൗണ്ടിങ്സിനെ കുറിച്ച് നോക്കാതെ, ചുറ്റുപാടിനെ കുറിച്ച് നോക്കാതെ, പടച്ചറബ് തന്ന നിഅമത്തിനെ കുറിച്ച് നോക്കാതെ മുന്നോട്ട് പോകുന്ന ചില ആളുകളുണ്ട്. അതിൽ നമ്മൾ പെട്ടുകൂടാ. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറാമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിയായിട്ടുള്ള കൽപ്പനകളെ അവഗണിക്കുക എന്നുള്ളതാണ്. ഖുർആൻ ചോദിച്ചില്ലേ, ആരാണ് രാവിലും പകലിലും പടച്ചോന്റെ ശിക്ഷ വന്നാൽ നിങ്ങളെ സംരക്ഷിക്കാനുള്ളത്? അള്ളാഹു അല്ലാതെ ആരാണുള്ളത്? പടച്ചറബിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ തടയാൻ ഏത് ആലിഹത്താണ് നിങ്ങൾക്കുള്ളത്? അവർക്കൊന്നും അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല, പിന്നെ നിങ്ങളെ എന്ന് ഖുർആൻ ചോദിച്ചു. ബൽ ഹും അൻ ദിക്രി റബ്ബിഹിം വഅരിദൂൻ. സത്യവും യാഥാർത്ഥ്യവും ഇങ്ങനെയായിരിക്കെ അവർ അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശപ്പെട്ട അവഗണനയിലാണ്. അള്ളാഹുവിന്റെ ദിക്റിനെ അവർ അവഗണിക്കുകയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതായത് സൃഷ്ടാവായ റബ്ബാണ് എല്ലാം നൽകിയതെന്നിരിക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എത്ര വലിയ അവഗണനയാണ് പടച്ചറബിന് നേരെ നീട്ടുന്നത് എന്നത് ചിന്തിക്കാനാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനം എടുത്തു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനൊരു പ്രാധാന്യം കൊടുക്കാനും അവന്റെ വചനങ്ങളെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഏറ്റവും വലിയൊരു അക്രമമായിട്ട് അള്ളാഹ് പരിചയപ്പെടുത്തിയത് അവഗണനയാണ്. പരിഗണിക്കേണ്ട കാര്യങ്ങളെ പരിഗണിക്കാതിരിക്കുക എന്നതാണ്. അവഗണനയിൽ ഏറ്റവും ഗുരുതരം അള്ളാഹുവിനെ അവഗണിക്കുന്നതാണ്, അവന്റെ ഖുർആനിനെ അവഗണിക്കുന്നതാണ്. ഖുർആനോടുള്ള അവഗണന എന്താണ് സുഹൃത്തുക്കളെ? ഖുർആൻ വായിക്കാതെ, ഖുർആൻ പഠിക്കാതെ, ഖുർആനിന്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, ഖുർആൻ അനുസരിച്ച് ജീവിക്കാതെ, അതിലുള്ളത് വിശ്വസിക്കാതെ, അതിലുള്ളത് കർമ്മമാക്കാതെ, അതിലുള്ള സ്വഭാവങ്ങളെ സംശീകരിച്ചെടുക്കാതെ നമ്മൾ മുന്നോട്ട് പോകല് വലിയൊരു അവഗണനയാണ്. അതുകൊണ്ട് ഖുർആൻ ഓതാനൊരു സമയം, ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കാനൊരു സമയം, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുവേ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു പടച്ചോനെ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓതാത്തത്, ഖുർആൻ ഓതാതിരിക്കുക, ഖുർആൻ കേൾക്കാതിരിക്കുക, ഖുർആൻ ഹിഫ്ള് മനഃപ്പാടമാക്കാതിരിക്കുക, ഖുർആനനുസരിച്ച് ജീവിക്കാതിരിക്കുക, ഖുർആനിൽ ആസ്വാദനം കണ്ടെത്താതെ മറ്റു പല മ്യൂസിക്കിന്റെയും ഡിജെയുടെയും പിന്നാലെ പോവുക, ഖുർആൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാതിരിക്കുക, ഖുർആനിനെ സംരക്ഷിക്കാതിരിക്കുക, ഇതൊക്കെ ഖുർആനുള്ള അവഗണനയാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ അവഗണന ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഈ പ്രകൃതിയെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാതിരിക്കുക,
ഭൂമിയിലൂടെ അങ്ങനെ ജീവിക്കുന്നുണ്ട്. പക്ഷേ പടച്ചോൻ തരുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ജീവിക്കുന്നവൻ എത്ര വലിയ മോശപ്പെട്ട മനുഷ്യനാണ്. സുഹൃത്തുക്കളെ, കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്താണ് എപ്പോഴും നമ്മളൊക്കെ വിഷമിക്കുന്നത്. കിട്ടിയ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും എവിടെയാണ് നമുക്ക് സമയമുള്ളത്? അല്ലെ, ഈ കണ്ണ്, ഈ കാത്, ഈ ഹൃദയം, ഈ ശരീരം, ഈ കഴിക്കുന്ന ഭക്ഷണം, ഈ കുടിക്കുന്ന വെള്ളം, ഈ മക്കള്, നമ്മൾ താമസിക്കുന്ന ഈ വീട്, നമ്മുടെ വാഹനം, ഇതൊക്കെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രകൃതിയിലുള്ള ആയാത്തുകളോടുള്ള അവഗണന, അതാണ് രണ്ടാമത്തെ അവഗണന. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? എല്ലാം നൽകിയവനായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ പറയുക, ഇദാ മസ്സകുമുദ്ദുറു ഫിൽ ബഹരി ضل من തദ്ഊന ഇല്ലാ ഇയ്യാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിക്കും എവിടെ? സമുദ്രത്തിൽ കാറ്റും കോളിലും പെട്ടാൽ. അവരെ ഫലമ്മാ നജ്ജാകും ഇലൽ ബർരി അറദ്തും, അവരെ നാം അതിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവർ പടച്ചറബിനെ വിട്ടിട്ട് വിഗ്രഹങ്ങളിലേക്കും മറ്റ് ശക്തികളിലേക്കും പോകുന്നുള്ള. സുഹൃത്തുക്കളെ, എന്തിനാണ് പ്രവാചകന്മാർ തന്റെ സമുദായത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചത്, ശിർക്കിനെതിരെ സംസാരിച്ചത്? എന്തായിരുന്നു? ആരായിരുന്നു വദ്ദും സുവാഉം യഊസും യഊഖും നസ്റുമൊക്കെ ആരായിരുന്നു? അവർക്ക് നല്ല മനുഷ്യന്മാരായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കും ഇദ്രീസിനും ശേഷം 10 നൂറ്റാണ്ട് കഴിഞ്ഞ് നൂഹ് നബി വരുമ്പോൾ അതുവരെ തൗഹീദിൽ ജീവിച്ച ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വദ്ദും സുവാഉം ഒക്കെ ഏറ്റവും നല്ല മനുഷ്യന്മാരായിരുന്നു. അവർ മരിച്ചപ്പോൾ അവരുടെ ഖബറിങ്കിൽ പോയി ഇവർ ഇരിക്കാൻ തുടങ്ങി. അവരോടുള്ള ഇക്റാം, ബഹുമാനം കാരണത്താൽ ആ ഇരുത്തം പിന്നീട് അവിടെ നമസ്കാരങ്ങളും മറ്റു ഇബാദത്തുകളും അവിടെ വച്ചായി. അതെന്തിനു വേണ്ടിയായിരുന്നു? അവിടുത്തെ ബർക്കത്ത് കിട്ടാൻ. പിന്നീട് പിശാച് അവരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ അവർ രൂപങ്ങളുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ നിങ്ങൾ അവരോട് പറയുക. അങ്ങനെ അവർ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ അവരോട് പറയാൻ തുടങ്ങി. അവസാനം പിശാച് അവരോട് തന്നെ പ്രാർത്ഥിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നോക്കൂ നിങ്ങൾ, തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഇഅറാദ്, അത് വലിയൊരു പ്രശ്നമാണ്. നാലാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹുവിന് ശുക്ർ കാണിക്കാതെ തിരിഞ്ഞു പോവുക. സുഹൃത്തുക്കൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ പറയാൻ മടിയുണ്ടോ? ഏതെങ്കിലും ഒരു കിഡ്നി പേഷ്യൻസ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കിഡ്നി പേഷ്യന്റുള്ള വീട്ടിൽ പോവുക. അളവ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ് ഡോക്ടർ വെള്ളം കുടിക്കാൻ. ഇത്ര വെള്ളമേ കുടിക്കാവൂ. യഥേഷ്ടം വെള്ളം മോന്തി കുടിക്കുന്ന നമ്മൾ, അത് കഴിഞ്ഞിട്ടൊന്ന് അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ചിന്തിക്കുക സഹോദരന്മാരെ, നമ്മുടെ ചുറ്റും ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. സബഇന്റെ ചരിത്രം പറയുമ്പോൾ അവർ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിച്ചില്ല. വഷ്കുറൂ ലഹു, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം എടുത്തിട്ട് പറയുന്നത്. അതുകൊണ്ട് നന്ദി കാണിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു പോകരുത്. പിന്നെന്താ അറിയോ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും തീരുമാനം പറയേണ്ടത് നമ്മളല്ല. നമ്മുടെ തീരുമാനം പറയേണ്ടത് അല്ലാഹു റസൂലുമാണ്. അവിടെ നമ്മൾ അല്ലാഹുവിനെ റസൂലിനെ അവഗണിക്കരുത്. നമ്മുടെ മകന്റെ കല്യാണത്തിന് തീരുമാനം നിശ്ചയിക്കുന്നത് നമ്മളല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ എന്താണോ നമുക്ക് അനുവദിച്ചെന്നത് അതേ ഈ വീട്ടിൽ കല്യാണത്തിന്റെ ഭാഗമായി നടക്കൂ എന്ന് പറയാനുള്ള തന്റെ ഇടമാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. അല്ലാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വിശ്വാസിക്ക് ഒരു തീരുമാനമില്ല. അതാണ് വിശ്വാസി, അതാണ് ഈമാൻ. ആ നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുഴുമുക്കു മേഖലയിലും അള്ളാഹുവിനെ റസൂലിനെയും വിധികർത്താവാക്കുന്നിടത്ത് നമുക്ക് അവഗണന സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്താ കാണുന്നത്, നമ്മൾ എന്താ കേൾക്കുന്നത്, നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എന്താ ധരിക്കുന്നത്, നമുക്ക് എന്താ ഇഷ്ടം, നമ്മൾ എന്താ സമ്പാദിക്കുന്നത്, നമ്മുടെ മക്കളുടെ ആ പിഞ്ചു മക്കളുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഫുഡ് അത് ഹലാലാണോ? ചിന്തിക്കുക, ആലോചിക്കുക. എന്നിട്ട് അള്ളാഹുവിനെ റസൂലിനെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് കുറെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും നടപ്പിലാക്കാനുള്ള ലോകം ഇവിടെയല്ല, സ്വർഗത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ പറയുന്ന വാക്ക് ലഹും മാ യശാഊന ഫീഹാ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതൊക്കെ ഇവിടെയുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഇവിടെയുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന എല്ലാം ഇവിടെയുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനുള്ള ലോകം സ്വർഗ്ഗാണ്. ഇവിടെ അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞ പോലെ ജീവിക്കാനുള്ള ലോകമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ഇറാദുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പിന്നെന്താ അറിയോ, നമ്മൾ ഏറ്റെടുത്ത കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ തിരിഞ്ഞു പോകുന്നുണ്ടോ? ഒരു ഫാദർ, ഒരു മദർ ആ കുടുംബത്തിന്റെ ഉത്തരവാദിയാണ്. ആ മക്കളുടെ തർബിയത്ത് കൊടുത്ത് പോറ്റുന്നതിൽ, അല്ലെ, ആ മാതാപിതാക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, മക്കൾ മാതാപിതാക്കളോട് കടപ്പാടുകൾ പാലിക്കുന്നുണ്ടോ? ഓരോ രംഗത്തും നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ വൃത്തിയായി വെടിപ്പായിട്ട് നമ്മുടെ സമ്പാദ്യം ഹലാലാക്കാൻ പറ്റുന്ന കോലത്തിൽ നമ്മുടെ അമാനത്തുകൾ നമ്മൾ നിർവഹിക്കാതെ അവിടെയൊക്കെ ഇറാദ് കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങിയ ഒരു ജീവിതം,
സഹോദരന്മാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യം. ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് എന്നോടൊരു കുട്ടി ചോദിച്ചു, സാറേ വല്യപ്പ മരിച്ചു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മയും മരിച്ചു, ഇപ്പൊ എനിക്കിങ്ങനെ തോന്നുകയാണ് അടുത്ത ഞാനായിരിക്കും മരിക്കുക. എന്നിട്ട് ആ 9ൽ പഠിക്കുന്ന ആ കുട്ടി കണ്ണു നിറച്ചു. ഞാൻ പറഞ്ഞു, മോളെ, അള്ളാന്റെ റസൂൽ പറഞ്ഞത് സദാസമയം ഉപ്പ മരിച്ചില്ലെങ്കിലും ഉമ്മ മരിച്ചില്ലെങ്കിലും നമ്മളൊക്കെ ഈ ചിന്തയിൽ ജീവിക്കണം എന്നാണ്. നിസ്കരിക്കുമ്പോൾ നിസ്കാരം നന്നാക്കാൻ നീ ചിന്തിക്കണം, ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമാണ്. ഈ ജുമഅ കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചാൽ അടുത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജുകളായിട്ട് വരുന്നത് ഇന്നാലില്ലാ ഇന്നയാൾ മരണപ്പെട്ടു എന്നാണ്. ഇത് അവസാനത്തെ ജുമയായിരിക്കാം, ഈ നിസ്കാരം അവസാനത്തേതായിരിക്കാം. അക്സറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, എല്ലാ സുഖത്തെയും മുറിച്ചു കളയുന്ന ഒരു മരണം നിന്നെ ബാധിക്കാനുണ്ട്. ഹുനാക തഅലമു മുഖിനൻ മാ കുൻത ഇല്ലാ ഫീ ഗുറൂർ. അന്ന് നിനക്ക് മനസ്സിലാകും നിന്റെ ഓഫീസായിരുന്നില്ല വലുത്, നിന്റെ വീടായിരുന്നില്ല വലുത്, നിന്റെ സ്ഥാനമാനങ്ങളായിരുന്നില്ല വലുത്, ഈ ഭൗതികതയുടെ മേലെ നാം കാണുന്ന സ്വപ്നങ്ങളായിരുന്നില്ല വലുത് എന്ന് നമുക്ക് മനസ്സിലാകും. ഹാറൂൺ റഷീദ് സുന്ദരമായി ഉണ്ടാക്കിയ കൊട്ടാരം നോക്കിയിട്ട് അബുൽ അത്താഹിയ അതിനെ പുകയ്ത്തി പാട്ടുപാടി അവസാനം കൊടുത്ത 2 വരികളാണ്, ഖലീഫ, ഈ കൊട്ടാരത്തിനകത്ത് താങ്കൾ കഴിഞ്ഞുകൂടുമ്പോൾ ഒരു നിമിഷം വരും, അന്ന് നിങ്ങളുടെ ഹൃദയം ഒരു തുള്ളി പൾസിന് വേണ്ടി പിടക്കും. നിങ്ങളുടെ സൈന്യം അവിടെ ഉണ്ടാകും, നിങ്ങളുടെ സമ്പത്ത് അവിടെ ഉണ്ടാകും, നിങ്ങളുടെ സന്നാഹങ്ങൾ അവിടെ ഉണ്ടാകും, നിങ്ങളുടെ സേവകന്മാരവിടെ ഉണ്ടാകും, ഈ കൊട്ടാരം ഇവിടെ ഉണ്ടാകും. അന്ന് ഒരു തുള്ളി പൾസ് തരാൻ ഒരാളും ഉണ്ടാവുകയില്ല. ഹുനാക തഅലമു മുഖിനൻ മാ കുൻത ഇല്ലാ ഫീ ഗുറൂർ. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ കൊട്ടാരം ഒന്നുമായിരുന്നില്ല, ഈ കൊട്ടാരത്തിന് കീഴിൽ ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അബുൽ അത്താഹിയ ഖലീഫയോട് 4 വരിപ്പാട്ടിലൂടെ ഉപദേശം കൊടുത്തപ്പോ ഹാറൂൺ റഷീദ് ബോധം കെട്ടു വീണു എന്നാ ചരിത്രം പറയുന്നത്. ബോധം കെട്ടു വീണു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ജീവിതം പടച്ചോന് കൊടുക്കുക. അന്ന ലഹുമുൽ ജന്ന, അന്ന ലഹുമുൽ ജന്ന. അല്ല പറയുന്നു, ഇതാ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ എല്ലാറ്റിനെയും സ്വർഗത്തിന് വേണ്ടി എനിക്ക് തരൂ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. അടിമുടി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സഹോദരന്മാരെ. ദിവസവും സമയവും അതിവേഗത്തിൽ കടന്നുപോകും. എവിടെയാണ് നമ്മെ കാത്തിരിക്കുന്നത് മലക്കുൽ മൗത്തെന്ന് നമുക്കാർക്കും അറിയില്ല. അതിനു മുമ്പ് പടച്ചറബേ ഇതാ ഞാൻ മടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ ദിക്റിനെ, അള്ളാഹുവിന്റെ ആയത്തിനെ, അള്ളാഹുവിന്റെ ഉപദേശത്തെ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു സഫലമാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാറ്റിലും നമുക്ക് ബർക്കത്തും റഹ്മത്തും ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് അള്ളാഹു അഗാധമായ പാണ്ഡിത്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള മനക്കരുത്തും ഈമാനും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളെയും എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ബോധം, ഈമാൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോയ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാവിനെ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഈ രാജ്യം ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ രാജ്യം രക്തക്കളമാക്കാൻ ശ്രമിക്കുകയാണ് പലരും. അള്ളാഹു അവർക്ക് സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അവിടെ തന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവിടെ അജണ്ടകളെ അള്ളാഹു ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ. അവിടെ ഐക്യത്തെയും സാഹോദര്യത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഛിദ്രത്തിലാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഇസ്ലാമിന്റെ ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.